ഒരു ദിവസം പാതിരാത്രി മൂട് കയറി ഫോൺ ചെയ്തിട്ട് എന്നോട് അവള് പറയാ വീഡിയോ കോൾ ചെയ്ത് മൂണിനെ കാണിച്ചു കൊടുക്കാൻ. ഞാൻ ആ പറമ്പ് മൊത്തം നടന്ന് കിടന്ന് മൊത്തം നോക്കി. അവസാനം മൂണിനെ തപ്പി 3.5 കിലോമീറ്റർ നടന്നപ്പോഴാ മനസ്സിലായ അന്ന് കർത്തവായിരുന്നു. എന്നിട്ടെന്തുവാ, പേടിച്ചെന്റെ ബോധം പോയി. രാവിലെ അച്ഛൻ ഏതോ ഓടേന്നാ വിളിച്ചോണ്ട് വന്നത്. ഏതോ മാടനടിച്ചതാ, ഉറപ്പാ. എന്നിട്ട് പനി പിടിച്ച് കിടന്ന് എന്നെ വിളിച്ചിട്ട് അവള് പറയുക ഇന്ന് രാത്രി സെമിത്തേരി പോയി ഓജോ ബോർഡ് കളിക്കാന്ന്. സൈക്കോ. ഇവിടെ ഇത്രയൊക്കെ ആയിട്ട് അവളെ ഒഴിവാക്കാനേ നോക്കിയിട്ടില്ല നീ. എത്ര വട്ടം എല്ലാ അടപടല വടപ്രഥവനായി. എങ്ങനെയും നീ നാശത്തെ തലേന്ന് ദൂരാൻ വേണ്ടിയിട്ട് അവിടെ എക്സ് ലവേഴ്സിനെ പോയി കണ്ട് കൺവീൻസ് ചെയ്യാൻ നോക്കി. എന്നിട്ട് മിസ്റ്റർ ആനന്ദ്, ഗോകുൽ, മിലൻ, അരുൺ, അന്നെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ട് ഇപ്പോഴും അവളുടെ മനസ്സിൽ നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട്. ഒന്നുകൂടെ മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും വീണ്ടും ഒരു ജീവിതം തുടങ്ങാം. മുൻപ് പിരിഞ്ഞുപോയ എത്രയോ പേർ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഒരുമിച്ച് ജീവിക്കുന്നു. പ്ലീസ് അവർക്കൊരു ജീവിതം കൊടുത്തൂടെ? ഒന്നുകൊണ്ട് എന്നിട്ട് അവന്മാരെന്ത് പറഞ്ഞു? എല്ലാവർക്കും ഒറ്റ മറുപടി ഉണ്ടായിരുന്നുള്ളൂ, അതൊന്നും വാഗൊണ്ടായിരുന്നില്ല. പിന്നെ നിനക്ക് പരസ്ത്രീ ബന്ധം ട്രൈ ചെയ്യാൻ പാടില്ലല്ലോ.